അഡ്വക്കേറ്റ് കെ സരൺകുമാർ അതിഥികളുടെ ചോദ്യത്തോട് പ്രതികരിക്കുന്നതിനോടൊപ്പം ഈ ചോദ്യത്തിന് കൂടി പ്രതിപക്ഷം ഇപ്പോൾ ഉന്നയിക്കുന്നത് PR ഏജൻസിയുടെ സഹായത്തോടെ കേരളത്തിൽ വിദ്വേഷ പ്രചരണം നടത്തി വർഗീയ ധ്രുവീകരണം നടത്താനാണ് ഈ ദ ഹിന്ദു പത്രം ശ്രമിച്ചിരിക്കുന്നത് എന്നാണ് ആക്ഷേപം. ആ ആക്ഷേപം ഗുരുതരമായി കെ സരൺകുമാറിന് ബോധ്യപ്പെടുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ നടപടിയുണ്ടാകുമെന്ന് വിശ്വസിക്കാമോ ഈ ഘട്ടത്തിൽ? ഇവിടെ ഇപ്പൊ പ്രതിപക്ഷം പറഞ്ഞതുപോലെ എന്ന് അങ്ങ് ചോദിച്ചല്ലോ. ബഹുമാനപ്പെട്ട KPCCയുടെ പ്രസിഡന്റ് എന്താണെന്ന് പറഞ്ഞത്? KPCCയുടെ പ്രസിഡന്റ് പറഞ്ഞത് മുഖ്യമന്ത്രി ഇത് മനഃപൂർവ്വം പറഞ്ഞതാണ്, ആ പറഞ്ഞ കാര്യങ്ങളാണ് പത്രത്തിൽ അച്ചടിച്ച് വന്നത് എന്നതാണ്. ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് ഇവിടെ പങ്കെടുക്കുന്ന സുഹൃത്ത് ആദ്യം ചർച്ചയിൽ പങ്കെടുത്ത് തുടങ്ങിയതുപോലെ ഇതൊക്കെ യാഥാർത്ഥ്യമാണ്, മനഃപൂർവ്വം മുഖ്യമന്ത്രി പറഞ്ഞതാണെന്നാണ്. പിന്നെ നമ്മളൊക്കെ ഇടപെട്ടപ്പോഴാണ് അദ്ദേഹം തിരുത്തിയത്. KPCC പ്രസിഡന്റ് പോലും ഇത്തരത്തിലാണ് പ്രചരിപ്പിക്കുന്നത്. ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദം ഉയർന്നു വന്നു. മാധ്യമങ്ങൾ അത് തെറ്റായിട്ടുള്ള വാർത്തയാണെന്ന് പറഞ്ഞ് തിരുത്തി. ഞാൻ പറയട്ടെ, മാധ്യമങ്ങൾ തിരുത്തി. ഇപ്പോഴും വലതുപക്ഷം തിരുത്തിയിട്ടില്ല. മിസ്റ്റർ, ഞാൻ പറയട്ടെ, മാധ്യമങ്ങൾ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത തിരുത്തി. ഇപ്പോഴും വലതുപക്ഷം തിരുത്തിയിട്ടില്ല, പ്രതിപക്ഷം തിരുത്തിയിട്ടില്ല. അവർ ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഹിന്ദു ദിനപത്രം. എന്റെ സുഹൃത്തെ, ഇന്നലെ തിരുത്തിയോ? ദിവസം തിരുത്തി. പത്രം മുഖ്യമന്ത്രി കേരളം മുഴുവൻ ചർച്ച ചെയ്ത് 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണല്ലോ ആവശ്യപ്പെട്ടതെന്നാണ് ചോദ്യം. 24 മണിക്കൂർ കഴിഞ്ഞു, എന്നിട്ട് നിങ്ങൾ ചിലപ്പോ ഹിന്ദു പത്രത്തിന്റെ കയ്യോ കാലോ പഠിച്ചിട്ടുണ്ടാവും, ചിലപ്പോ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന പരിപാടിയാണ്. നിങ്ങൾ ഏത് ഷർട്ട് ഇടണം, എങ്ങനെ സഞ്ചരിക്കണം, തുന്നലുള്ള ഷർട്ട് വേണോ, കീറുന്ന ഷർട്ട് വേണോ, എങ്ങനെ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ കനകോല് തീരുമാനിക്കുന്ന നിങ്ങളുടെ സംസ്കാരം ഉണ്ടല്ലോ. ആ സംസ്കാരം നിങ്ങൾക്ക് പോകൂ, അത് നിങ്ങൾക്ക് ബോധ്യമുണ്ട്. ആ കനകോലുമാണല്ലോ നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഞങ്ങൾ ആധികാരികമായി പറയുന്നു, അല്ല നിങ്ങൾ കനകൂല ഒരു നിമിഷം റിജിലെ ഞാൻ വരാം. ഇവിടെ ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ട്. ഇത് ഹിന്ദു ദിനപത്രം തന്നെ നിർവാജ്യം ഖേദിച്ച് ഇത് മാധ്യമധർമ്മത്തിന് വിരുദ്ധമാണെന്ന് പറഞ്ഞപ്പോ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്ന് എല്ലാവർക്കും വ്യക്തമായി. പിന്നെ BJPയുടെ പ്രതിനിധി മതമൗലികവാദികൾ മറ്റേ മറിച്ചത് ഒരു ചോദ്യം താങ്കൾ ചോദിച്ചല്ലോ, ഡോക്ടർ അരുൺ ചോദിച്ചല്ലോ, എന്തേ കസ്റ്റംസ് ചെയ്യേണ്ട പ്രവൃത്തി കസ്റ്റംസ് ചെയ്യാതിരുന്നപ്പോഴല്ലേ കേരള പോലീസിന് ചെയ്യേണ്ടി വരുന്നത്? എന്തേ BJPക്ക് മറുപടിയില്ല? ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്ന, മയക്കുമരുന്ന് കച്ചവടം നടക്കുന്ന തുറമുഖവും വിമാനത്താവളവും ഏതു സംസ്ഥാനത്താണ്? അതിന് BJPയുടെ പ്രതിനിധിക്ക് മറുപടിയില്ല. അപ്പോ അത് ഏതെങ്കിലും സംസ്ഥാനത്തെ അല്ല നമ്മൾ പറയുന്നത്, ഇന്ന പ്രദേശം എന്ന രൂപത്തിൽ മുംബൈയിൽ വലിയ തരത്തിൽ കള്ളക്കടത്ത് അല്ലെങ്കിൽ മയക്കുമരുന്ന് കച്ചവടം എന്നാണ് പറയുക, അത് പ്രദേശമാണ് പറയുക. ഇപ്പൊ ഇതൊന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. ഇവിടെ തീ കത്തിക്കാൻ, ഇവിടെ വിഘടനവാദം ഉണ്ടാക്കാൻ, കലാപം ഉണ്ടാക്കാനുള്ള അവസരം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അരുണെ ഡോക്ടർ അരുൺ, എന്റെ വാദം നരേന്ദ്രമോദിക്കും BJPക്കും വേണ്ടി PR വർക്ക് നടത്തുന്ന ഒരു ഏജൻസിയെ ഉപയോഗിച്ച് ഇന്റർവ്യൂ കൊടുപ്പിക്കാൻ പിണറായി വിജയൻ എന്ന് പറയുന്ന CPM-ന്റെ മുഖ്യമന്ത്രി തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. ആരാണ് ഇതിന്റെ പിറകിൽ, ഏതാ ഏജൻസി അതിനെക്കുറിച്ച് ഇവർക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ ഇവർക്കെല്ലാം അറിഞ്ഞു തന്നെയാണ്. വളരെ കൃത്യമായ ബന്ധ ശ്രീ അരുണെ. ഒരു മിനിറ്റ് ശ്രീ അരുണെ, കണ്ണൂരിൽ പോലും കോടിയേരി ബാലകൃഷ്ണന്റെ അല്ലല്ല ശ്രീ അരുണെ, ശ്രീ കണ്ണൂരിൽ പോലും കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതിമ അനാച്ഛാദനത്തിന് BJP ജില്ലാ പ്രസിഡന്റ് ക്ഷണിതം നടക്കുന്ന അത്രയേറെ ബന്ധമാണ്. സുധീഷിനെ കൊന്നതും ജയകൃഷ്ണൻ മാഷെ കൊന്നതൊക്കെ മറന്നുകൊണ്ട് ഇവർ BJP ജില്ലാ പ്രസിഡന്റ് മുഖ്യമന്ത്രിയുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്ന, അത് കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതിമ ആ രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു. നിങ്ങളുടെ ബന്ധം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1,47,043 വോട്ട് എവിടെ പോയി? 2021 LDF-ന് കിട്ടിയ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കോൺഗ്രസിന് പറയാൻ നിയമസഭാ കണക്കുണ്ട്, CPM-ന് പറയാൻ 2019 ലോക്സഭാ കണക്കുണ്ട്. അത് രണ്ടും അവിടെ നിൽക്കട്ടെ. തൃശൂർ പൂരം ശരി. ഉല്ലാസ്
അരുൺകുമാറിന്റെ പ്രതികരണത്തോട് മറുപടി കൊടുത്ത് ബിജെപിക്ക് MBA സൃഷ്ടിച്ചു കൊടുത്തു പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ്. എന്താ ഇപ്പൊ നരേന്ദ്രമോദിയുടെ അരുൺകുമാർ Debate with Arun Kumar.